ഹായ് ഗൈസ്, ഇറ്റ്സ് മീ എക്സ്പ്ലോറിംഗ് അജയ്. നമ്മളിപ്പം കോതമംഗലം ചെറിയ പള്ളി കണ്ടു. കോതമംഗലം ചെറിയ പള്ളി കഴിഞ്ഞിട്ട് കോതമംഗലം വലിയ പള്ളിയിലോട്ട് കൂടെ സന്ദർശിക്കാമെന്ന് കരുതി. ഇതാണ് കോതമംഗലം ചെറിയ പള്ളി, മാതാവിൻ്റെ പള്ളി, അത് ബാവയുടെ പള്ളി. ഈ പള്ളി കുട്ടിയൊരു മലയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് വിശ്വാസികൾ വരാറുണ്ട്. ഇത് രണ്ട് യാക്കോബിറ്റ് പള്ളിയാണ്. ഇതിൻ്റെ അപ്പുറം തന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കാത്തലിക് ചർച്ചും കൂടെ ഉണ്ട്. വിശുദ്ധമായ 3 പള്ളികൾ സ്ഥിതി ചെയ്യുന്ന ഒരു റയർ സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് കേരളത്തിൽ തന്നെ അങ്ങനെ അടുപ്പിച്ച് അത്രയും ആരാധനാലയങ്ങളുള്ള പള്ളിയോ ക്ഷേത്രമോ ഉള്ള ഏരിയ വളരെ കുറവാണ്. അങ്ങനെ പുണ്യമായ 3 സ്ഥലങ്ങളുടെ ഒരു ചെറിയൊരു ഏരിയ അവിടെ, അതാണ് കോതമംഗലത്തിൻ്റെ കിഴക്കേ അതിര്. ഇതാണ് കോതമംഗലം വലിയ പള്ളി. വലിയ പള്ളിയുടെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ കുറച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇതിൻ്റെ തൊട്ടടുത്തൊരു ഫെഡറൽ ബാങ്ക് ഉണ്ട്. കോതമംഗലത്തുകാരും ഈ 2 പള്ളികളിലും വരാതിരിക്കത്തില്ല. എല്ലാ ജാതിമത വിശ്വാസത്തിലുള്ള ആൾക്കാർ ഈ 2 പള്ളികളിലും വരുന്നു. മാതാവിൻ്റെ പള്ളിയിലും പഴയൊരു കൽക്കുരിശുണ്ട്. ഇതൊരു കൊച്ചൊരു മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കോതമംഗലം വലിയ പള്ളിയിലോട്ടുള്ള നട. ആ നടയുടെ അവിടെ ഒരു കൽക്കുരിശ്. ഇത് കഴിഞ്ഞിട്ട് ഒരു സെറ്റ് നടയും കൂടെ കയറണം. കോതമംഗലം വലിയ പള്ളിയുടെ മുൻഭാഗം മാതാവിൻ്റെ പള്ളി. വിശുദ്ധ മാതാവ് വലിയൊരു ഫോട്ടോ കാണാം ഒരു ഗ്ലാസ് ഫ്രെയിമിനുള്ളിൽ. പരിശുദ്ധ മാതാവിൻ്റെ ദേവാലയം. ഈ ദേവാലയത്തിന് ഇവിടെ ഒരു സ്വർണ്ണ കൊടിമരം കാണാം. ഈ ദേവാലയത്തിൻ്റെ മറ്റു പ്രത്യേകത എന്ന് വെച്ചാൽ കോതമംഗലം ടൗണിൻ്റെ ഒരു ഭാഗത്തെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇത് കോതമംഗലം വലിയ പള്ളിയിൽ നിന്നുള്ള കാഴ്ചയാണ്. ആ കാണുന്നതാണ് ആലുവ മൂന്നാർ നാഷണൽ ഹൈവേ. ആ കാണുന്നതാണ് കോതമംഗലം ചെറിയ പള്ളി. ആ ഭാഗം കോതമംഗലത്തിൻ്റെ സെൻട്രൽ പോർഷൻ, അതായത് കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ആ ഭാഗമാണ് ആ കാണുന്നത്. ബസേലിയോസ് ആശുപത്രി. ഇവിടെ ഒരുപാട് ആയുർവേദ, അലോപ്പതി, ഹോമിയോ, ഇത്തരം എല്ലാ ആശുപത്രികളും മറ്റ് ഫെസിലിറ്റീസും ഉണ്ട്. നല്ല ഹോട്ടൽസ് ഉണ്ട്. വിശ്വാസികൾക്ക് ദൂരെയുള്ള വിശ്വാസികൾക്ക് വന്ന് താമസിച്ചിട്ട് പോകാൻ റിസോർട്ട് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇതും വളരെ പുരാതനമായ ഒരു പള്ളിയാണ്. ഏകദേശം ആ പള്ളിയുടെ അതിനേക്കാൾ കൂടുതൽ പഴക്കമുണ്ട്. പഴയ കൺസ്ട്രക്ഷൻ. ആ പഴയ കൺസ്ട്രക്ഷൻസ് അതേപോലെ തന്നെ നീറ്റായിട്ട് നിലനിർത്തിയിരിക്കും. ഇതാണ് കോതമംഗലം വലിയ പള്ളി. വലിയ പള്ളിയുടെ അകത്ത് ഒരു കബറടക്കമുണ്ട്, ഒരു മെത്രാപ്പൊലീത്തയുടെ. ഇതാണ് കോതമംഗലം പള്ളിയുടെ പുറം ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ. ഇതൊരു അതിപുരാതനമായ ഒരു പള്ളിയാണ്. അവിടെ അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാഴ്ചയുണ്ട്. ഒരു ആരാധനാലയമായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലെ കാഴ്ച അധികം ചിത്രീകരിക്കുന്നില്ല. ഈ വഴിയാണ് വാഹനങ്ങൾ കയറി വരുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വരാം. ഇവിടെ ഒരുപാട് സാധ്യങ്ങൾക്കും ഒരുപാട് സാമ്പത്തിക ബാധ്യതയുള്ളവർക്ക് ആ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് റിക്കവർ ചെയ്യാനൊക്കെ അവരുടെ പ്രാർത്ഥനയ്ക്കും മറ്റും ഇവിടെ വരുന്നതാണ്. അത്തരം കാര്യങ്ങളെല്ലാം ഇവിടുത്തെ മാതാവും ഇവിടെ കബറടക്കിയിരിക്കുന്ന ആ ബാബമാർ
അവർക്ക് സാധിച്ചു കൊടുക്കും. ഞാൻ ഭയങ്കര ഒരു വിശ്വാസിയായിരുന്നു ഈ 2 പള്ളികളിൽ ഞാൻ മിക്കവാറും വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈയിടയ്ക്ക് അധികം വരാൻ പറ്റിയിട്ടില്ല. ഉള്ളിലെ കാഴ്ചകളെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഈ യൂറോപ്യൻ ചർച്ചിൻ്റെ അതേ രീതിയിലുള്ള ഒരുപാട് പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ്, മറ്റു കാര്യങ്ങളുണ്ട്. കോതമംഗലം ചെറിയ പള്ളിയിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം കോതമംഗലം വലിയ പള്ളിയിലോട്ട് നമ്മളെത്തി. അവിടെ പ്രാർത്ഥിച്ചു. അവിടെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മാതാവിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ കോതമംഗലം പള്ളി ഈ 350 വർഷത്തിനടുത്ത് ചരിത്രമുള്ള പള്ളികളാണ്. ഇവിടെ അന്ന് സ്ഥാപിച്ച 2 പള്ളിയിലും ഓരോ കൽക്കുരിശുണ്ട്. ആ കൽക്കുരിശിൽ തൊട്ട് പ്രാർത്ഥിച്ച് ബാവയുടെ കബറിടത്തിലും പോയി പ്രാർത്ഥിച്ച് ഏത് കാര്യം ബാവ നടത്തിത്തരും. ദൂരെ നിന്ന് വരുന്നവർക്ക് ഇവിടെ ഹോട്ടൽ ആൻഡ് ലോഡ്ജ് റിസോർട്ട് ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു പുണ്യ സ്ഥലത്ത് നിന്ന് ഇന്ന് വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. മാതാവിൻ്റെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ബാവയുടെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. താങ്ക് യു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരുന്നതാണ്. നമ്മളെല്ലാ സ്ഥലം കവർ ചെയ്യും, എല്ലാവിധ എക്സ്പ്ലോറിങ് ഏരിയയിലും പോകും. യുവാക്കൾക്കും സ്റ്റുഡൻസിനുമായിട്ടുള്ള കണ്ടൻസ് കൂടുതലായിട്ട് ഇടാൻ ശ്രമിക്കാം. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക.